ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കാമെന്നും പലസ്തീൻകാരെ ഗാസ മുനമ്പിന് പുറത്ത് സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്നുമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി അമേരിക്കയും സഖ്യകക്ഷികളും എതിരാളികളും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. ഗാസയുടെ ഉടമസ്ഥാവകാശം US ഏറ്റെടുക്കാം, മേഖലയിലെ അപകടകരമായ ബോംബുകളും മറ്റും ആയുധങ്ങളും ഇല്ലാതാക്കും, തകർന്ന കെട്ടിടങ്ങളും നീക്കും, പുതിയ പുനരധിവാസ കേന്ദ്രങ്ങൾ പണിയുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപ് പദ്ധതികൾ വിശദീകരിക്കുമ്പോൾ പലപ്പോഴും ചിരിയോടെയാണ് നെതന്യാഹു കേട്ടിരുന്നത്. അതേസമയം നിലവിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന ചർച്ചകളെ പോലെ അട്ടിമറിക്കുന്നതാണ് ട്രംപിന്റെ പ്രസ്താവനയെന്ന് വിമർശനമുയർന്നു. വംശീയ പ്രസ്താവനയെന്ന് പ്രതികരിച്ച ഹമാസ് US പ്രസിഡന്റിന്റെ ഗാസ പദ്ധതിയെ ചെറുക്കുമെന്നും പ്രഖ്യാപിച്ചു. പലസ്തീനികളെ ഗാസയിൽ നിന്നും പുറത്താക്കാൻ ഇസ്രയേലിന്റെ ബോംബാക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അതിനായുള്ള ട്രംപിന്റെ നീക്കവും വിജയിക്കില്ലെന്നും ഹമാസ് പറഞ്ഞു. പലസ്തീൻകാരെ പുറത്താക്കാതെ തന്നെ ഗാസ പുനർനിർമ്മിക്കണമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയും ഈജിപ്ഷ്യൻ വിദേശമന്ത്രി ബദർ അബ്ദല്ലാറ്റിയും ആവശ്യപ്പെട്ടു. ട്രംപിന്റെ ഗാസ പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹാഗൻ ഫിദാർ വ്യക്തമാക്കി. പലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചതും ആ പ്രദേശങ്ങളിൽ ഇസ്രയേലികൾ കുടിയേറിയതുമാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ മൂലകാരണമെന്ന് ഫിദാൻ പറഞ്ഞു. അമേരിക്കൻ അഹങ്കാരമാണ് ട്രംപിന്റെ വാക്കുകളിൽ തെളിഞ്ഞതെന്ന് യമനിലെ ഹൂതി നേതാക്കൾ പ്രതികരിച്ചു. ഗാസയിൽ നിന്നും ആളുകളെ ബലമായി മാറ്റാനുള്ള നീക്കത്തെ എതിർക്കുമെന്നും ചൈന പറഞ്ഞു. ഗാസയിൽ പലസ്തീൻ ഭരണമാണ് വേണ്ടതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ പരാമർശങ്ങളെ ധീരമായ നടപടിയെന്ന് US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പ്രശംസിച്ചു.